വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 25, 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അവസാന വിധി. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരുന്ന ആ രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ലക്ഷ്യബോധം. ലക്ഷ്യബോധത്തോടെ ഉള്ള പ്രവർത്തനം ബുദ്ധിയുടെ ലക്ഷണമായി നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ഉദാത്തമായിട്ടുള്ള സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ദൈവത്തിന്, ബുദ്ധിയുടെ സ്രോതസ് തന്നെയായ ദൈവത്തിന് മനുഷ്യന്റെ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. പഴയ വേദോപദേശ പുസ്തകത്തിൽ നാം ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന ഒരു പാഠമുണ്ട്. ദൈവത്തിന് ഊഴിയം ചെയ്ത് നിത്യമായി രക്ഷപ്പെടാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതാണ് ഹൃദിസ്ഥമാക്കിയ പാഠം. മനഃപ്പാഠമാക്കി പഠിച്ച ആ പഠനത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ മക്കളുടേതായിട്ടുള്ള യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവ പരിഹരിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുക, ആ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കൂട്ടായ്മയിൽ കൂടിയുള്ള വളർച്ചയിൽ കൂടെ ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അങ്ങനെയെങ്കിൽ സഹജീവികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്തിനുള്ള ലക്ഷ്യബോധം. അത് ശരിയാണെങ്കിൽ മനുഷ്യന്റെ വിധിയിലും ദൈവം ഉപയോഗിക്കാൻ പോകുന്ന മാനദണ്ഡം സഹജീവികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ
ഇതായിരിക്കും അന്ത്യവിധിക്ക് വേണ്ടി ദൈവം അവലംബിക്കാൻ പോകുന്ന മാനദണ്ഡം. ഈ സത്യം നമ്മുടെ മുമ്പിൽ നാടകീയമായ രീതിയിൽ വെളിപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷം. ആ സുവിശേഷ ഭാഗത്തിലെ ഓരോന്ന് വ്യക്തമായി ചോദിച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ പരിഹരിക്കാൻ നീ എന്തുമാത്രം നിന്റെ ജീവിതത്തിൽ സാധിച്ചു, അതിൽ പരാജയപ്പെട്ടോ, സാധിച്ചവർക്ക് നിത്യസമ്മാനമായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നു, അതിൽ പരാജയപ്പെട്ടവർക്ക് ശിക്ഷയും ആണ് പ്രതിഫലമായിട്ട് നിശ്ചയിക്കപ്പെടുന്നത്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പരാമർശ വിഷയം. ഇതിൽ നിന്ന് ഒരു സത്യം നാം ഗ്രഹിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് സഹജീവികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുണ്ടാകുക. അല്ലാതെ നല്ലതാണ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ചില കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകാം, അവയുടെ ബാനറിലുള്ളതാകാം. അവ ചെയ്ത് ദൈവത്തിലേക്ക് ചെല്ലാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് നമ്മുടേതായിട്ടുള്ള പ്ലാനും പദ്ധതിയായി. ദൈവത്തിന്റെ ലക്ഷ്യബോധമനുസരിച്ച് സൃഷ്ടികളായ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന്റെ മക്കളുടെ, സഹജീവികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമം എന്റെയും നിങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ഈ പരിശ്രമത്തിൽ കൂടിയാണ് മനുഷ്യൻ അവന്റേതായിട്ടുള്ള ജീവിത ലക്ഷ്യം പ്രാപിക്കേണ്ടത് എന്ന സന്ദേശമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്കായിട്ട് നൽകുന്നത്.